ഞാനിത് മുമ്പും സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പ്രക്ഷോഭകാലത്ത് വിശ്വാസികൾ, പ്രത്യേകിച്ച് NSS, ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ, ഞങ്ങൾ അടക്കമുള്ളവർ അതിശക്തമായി നിൽക്കുകയായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ പ്രക്ഷോഭം നയിച്ചതും കോർഡിനേറ്റ് ചെയ്തതും ഞാനായിരുന്നു. അപ്പൊ ശബരിമലയിൽ എത്താൻ സഹായിച്ചത് പോലും പത്മകുമാർ സാറാണ്. അതായത് ഒരു ദിവസം രാത്രി 3 മണിക്കാണ് ആദ്യം അറസ്റ്റിലായ എന്റെ മുത്തശ്ശി ദേവകി അന്തർജനവും അമ്മ മല്ലികാ നമ്പൂതിരിയും ഞാനുമായി ശബരിമലയിൽ പോയത്. പോലീസുകാർ രാത്രി തടഞ്ഞു. അപ്പം വിശ്വാസികളും പോലീസുകാരുമായി രാത്രി 2 മണിക്കാണ്, 2:30-3 മണി റേഞ്ചിലാണ് സംഘർഷം ഉണ്ടായി. ഞാൻ പത്മകുമാർ സാറിനെ വിളിച്ചു. പത്മകുമാർ സാറും ഇത് ഏഷ്യാനെറ്റിലെ ചർച്ചയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ മുത്തശ്ശി ദേവകി അന്തർജനം വിളിച്ചു. അപ്പം പോലീസുകാരോട് ഞങ്ങളെ കടത്തിടണമെന്ന് പറഞ്ഞത് പത്മകുമാർ സാറാണ്. ഈ വിധി വന്നപ്പോൾ അദ്ദേഹം കണ്ണീരണിഞ്ഞത് ഞാൻ നേരിട്ട് അറിഞ്ഞതാണ്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ 1 മാസത്തെ ശമ്പളം തരാമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ ഇനി ശബരിമലയായിട്ട് ആത്മബന്ധമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, വലിയ ആത്മബന്ധമുള്ള ശബരിമല നടയിൽ കളിച്ചു വളർന്ന അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരുപാട് കാലം കോൺട്രാക്ടറായിരുന്ന ചരിത്രപരമായ ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ഹരിവരാസനം പോലെ വലിയൊരു അയ്യപ്പന്റെ ഉറക്കുപാട്ട് എഴുതിയ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ ഒരു ഡബിൾ റോള് കളിക്കുകയായിരുന്നു എന്നും ഈ കള്ളത്തരത്തിന് നേരത്തെ തന്നെ അദ്ദേഹത്തിന് യുവതീ പ്രവേശനത്തിലൊരു പാർട്ടിയുടെ നിലപാടല്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു നേതൃത്വമായ ഭിന്നതയൊക്കെ ഉണ്ടായിരുന്നല്ലോ. കറക്റ്റ്. ആ വിഷയത്തില് നമുക്ക് ഒരാൾ നല്ല കാര്യം ചരിത്രത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയണം. പക്ഷെ ഇത്രയും വലിയ കള്ളത്തരം ചെയ്ത് അതിനെ അറസ്റ്റ് ചെയ്യുകയും വേണം. ശബരിമല പ്രക്ഷോഭകാലത്ത് ഒരു വശത്ത് ശ്രീ പിണറായി വിജയൻ അതിശക്തമായി ഈ വിധി നടപ്പാക്കണമെന്ന് പറഞ്ഞ് നിന്നപ്പോ പത്മകുമാർ സാറിനെ മറികടന്നാണ് വാസു സാറിനെ സുപ്രീം കോടതിയിലോട്ട് വിട്ടത്. എന്നിട്ട് അഫിഡവിറ്റിൽ പറയാത്ത കാര്യങ്ങൾ വാദിച്ച് കേസ് തോൽപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്തൊരു വൈരുദ്ധ്യമാണ്! വാസു സാറും പത്മകുമാർ സാറും രണ്ടുപേരും ഇപ്പൊ അറസ്റ്റിലാണ്, ജയിലിലാണ്. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വാസികളോട് കുറച്ചെങ്കിലും അനുഭാവം കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ വാസു സാറിന്റെ അറസ്റ്റിലല്ല, പത്മകുമാർ സാറിന്റെ അറസ്റ്റിലാണ് ഞെട്ടൽ. വാസു സാർ എന്നും വിശ്വാസികളെ തോപ്പിക്കണമെന്ന് പറഞ്ഞ് നിന്ന ആളാണ്. പക്ഷെ ഞങ്ങളുടെ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു എന്ന് അറിഞ്ഞില്ല. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരു ദേവസ്വം പ്രസിഡന്റ്, അത് ഈ ആലോചിക്കേണ്ട സമയം വളരെ പ്രസക്തമാണ്. 2019 എന്ന് പറഞ്ഞാൽ 2018 അവസാനമാണ് വിധി വന്നത്. 2019 സമയങ്ങളിൽ ഞങ്ങൾ പലരും ജയിലിലാണ്, പ്രക്ഷോഭത്തിലാണ്. ഇന്ത്യ മുഴുവൻ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സമയമാണ്. 2019 അവസാനത്തോടു കൂടിയാണ് സുപ്രീം കോടതി വിധി തിരിച്ചെടുക്കുന്നത്. അപ്പോ ഈ 2019 കാലത്തിൽ ഞങ്ങളടക്കം തെരുവിൽ അടികൊള്ളുമ്പോ പത്മകുമാർ സാർ സ്വർണം മാറ്റാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തുകയായിരുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം വേദനാജനകമാണ്. എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മോശ ദിനങ്ങളായ അദ്ദേഹം എടുക്കും. ഈ 66 വയസ്സിൽ കൂടുതലായ പത്മകുമാർ സാറിന് ഇനിയെങ്കിലും സമസ്ത അപരാധം പറഞ്ഞ് അയ്യപ്പനോട് ക്ഷമ പറഞ്ഞ് അദ്ദേഹം കണ്ട. എന്തായാലും കോടതി അദ്ദേഹത്തോട് ക്ഷമിക്കില്ല. അങ്ങനെ വിശ്വാസികൾക്കൊപ്പം ആ സമയത്ത് നിലയുറപ്പിച്ച പത്മകുമാർ അവിടെ ഒരു സ്വർണ്ണക്കൊള്ള നടത്തി, അതിലെ മുഖ്യ ആസൂത്രകനാണ്, ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വാസികളെ സംബന്ധിച്ച് വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്നല്ലോ. അതാണ് യഥാർത്ഥത്തിൽ ഞെട്ടൽ. നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണില്ലേ, ചില സിനിമകളിൽ കാണുന്ന ട്വിസ്റ്റ് പോലെ അവിശ്വസനീയമാണ്. കാര്യം ഞങ്ങൾക്കത് പക്ഷെ വെളിയിൽ നിന്ന് ഒരാൾക്ക് പറഞ്ഞാൽ എത്രമാത്രം മനസ്സിലാവുമെന്ന് അറിയില്ല. കാര്യം നമ്മുടെ കൂടെ നിന്ന് പോരാടിയ, ഞാൻ എന്നും അയ്യപ്പന്റെ കൂടെ ഉണ്ടാവുമെന്ന് പരസ്യമായി പറയുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ പോലും എതിർത്ത് എന്റെ വീട്ടിൽ നിന്ന് ആരെയും ഞാൻ ശബരിമലയിലോട്ട് വിടില്ല എന്ന് പബ്ലിക്കായി നിലപാടെടുക്കുന്ന വ്യക്തി. അതോടൊപ്പം ഞങ്ങളെ അടക്കം പലപ്പോഴും സപ്പോർട്ട് ചെയ്ത, രഹസ്യമായിട്ടെങ്കിലും സപ്പോർട്ട് ചെയ്ത ഒരു മനുഷ്യൻ ആ സ്വർണ്ണക്കൊള്ളയുടെ നേതൃത്വം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം വേദനയാണ്. ഞാൻ തന്നെ പല ചാനലുകളും പറഞ്ഞിട്ടുണ്ട്, പത്മകുമാർ സാറിന്റെ പേര് വരരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് നമ്മളോട് തന്നെ ഒരു ദേഷ്യവും പുച്ഛവും തോന്നുകയാണ്. കാര്യം ഈ മനുഷ്യനെ വിശ്വസിച്ചല്ലോ. പത്മകുമാർ സാറിനെ ആ രീതി വിശ്വസിക്കുകയും അന്ന് അദ്ദേഹം കുറെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ടില്ലെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ യഥാർത്ഥത്തിൽ 1 മാസം ശമ്പളം നൽകാമെന്നൊക്കെ പറഞ്ഞില്ല, എന്നിട്ട് തന്നോ? അത് വേണ്ടാന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു അതൊന്നും വേണ്ട സാറേ, സാർ പ്രാർത്ഥന മതി. അദ്ദേഹം എന്നിട്ട് ഞങ്ങളൊക്കെ പറഞ്ഞു സാറ് തന്നെ അവിടെ നിൽക്കണം, ഒരു കാരണവശാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാറരുത്. കാര്യം എന്തെങ്കിലും നമുക്ക് അവിടെ ഒരു സേവ വേണമെങ്കിൽ ദേവസ്വം ബോർഡ് വേണം. അദ്ദേഹം അത് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തെ മറികടന്ന് വാസു സാറിനെ ഡൽഹിയിലോട്ട് അയച്ചത്. അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നൊന്നും അറിയില്ല. അതായത് ദേവസ്വം പ്രസിഡന്റ് ഉണ്ട്, പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മറികടന്ന് വാസു സാറിനെ ഡൽഹിയിലോട്ട് മുഖ്യമന്ത്രി അയച്ചത് ഈ അദ്ദേഹത്തിന്റെ നിലപാട് അട്ടിമറിക്കാൻ കൂടെ വേണ്ടിയാണ്. ആ മനുഷ്യൻ സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുമ്പോൾ സിനിമകളിൽ മാത്രം കാണുന്ന ഒരു ശ്രീ രാഹുൽ ശർമ്മ